السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, സഅദ് ബിൻ അബി വഖാസും അബ്ദ് ബിൻ സമായും കൂടി വഴക്കുണ്ടാക്കി. ഒരു കുട്ടിയുടെ മേളിലായിരുന്നു വഴക്ക്. നമ്മൾ നേരത്തെ കണ്ട ഹദീസാണ്. സഅദ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ കുട്ടി എൻ്റെ സഹോദരൻ ഉത്ബ ബിൻ അബി വഖാസിൻ്റെ മകനാണ്. അവൻ എന്നോട് ജീവിച്ചിരുന്ന കാലത്ത് സഹോദരൻ സത്യം ചെയ്യിപ്പിച്ചിരുന്നു. വലുതാവുമ്പോൾ അല്ലെങ്കിൽ അവൻ പോയി കഴിഞ്ഞാൽ ഈ തെറ്റായ രീതിയിൽ ഉണ്ടായ മകനാണ് എന്ന് പറയുന്നു. അപ്പോൾ കല്യാണം കഴിക്കാതെ വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാവണം. അപ്പോൾ ഈ കുട്ടിയെ എൻ്റെ മരണശേഷം നോക്കിക്കൊള്ളണം എന്ന് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവനെ നോക്കൂ, അവൻ ആരെയാണ് മുഖ സാദൃശ്യമുള്ളത് എന്ന്. അപ്പോൾ അബ്ദ് ബിൻ സമാഅ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇതെൻ്റെ സഹോദരനാണ്. ഇവൻ ജനിച്ചത് എൻ്റെ പിതാവിൻ്റെ കിടക്കയിലാണ്. അദ്ദേഹത്തിൻ്റെ അടിമ സ്ത്രീക്കാണ് ഇത് ഉണ്ടായത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ ഒന്ന് നോക്കി, എന്നിട്ട് അതിന് സാമ്യത കണ്ടു റുത്തുബയുമായി. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി നിനക്കുള്ളതാകുന്നു, അല്ലയോ അബ്ദ് ബിൻ സമാഅ് എന്ന് പറഞ്ഞു. അപ്പോൾ റുത്തുബയുമായിട്ടാണ് സാമ്യം, അതായത് റുത്തുബയുടെ സഹോദരൻ്റെ അതേ മുഖമാണ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ. എന്നിട്ട് വിശദീകരിച്ചു, ഈ കുട്ടി കിടക്കയുടെ ഉടമസ്ഥനുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അതായത് ഏത് വിരിപ്പിലാണോ ഉണ്ടായത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഏത് കിടക്കയിലാണോ ഉണ്ടായത്. അടിമസ്ത്രീ എന്ന് പറയുന്നത് പിതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള അടിമസ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് ആ കുട്ടി പിതാവിൻ്റെ കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ മകൻ ഉത്ബ ബിൻ അബി വഖാസിൻ്റെ ആണ് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടുവെങ്കിലും അത് ഉണ്ടായത് പിതാവിൻ്റെ അടിമത്തത്തിലുള്ള സ്ത്രീയിൽ നിന്നും പിതാവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോഴാണ്. കിടക്കാവുന്നതുകൊണ്ട് വീടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആയതുകൊണ്ട് ആ നിയമം അനുസരിച്ച് അങ്ങോട്ട് വിട്ടു. പിന്നെ മുഖസാദൃശ്യവും അവിടെ ആയിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, വ്യഭിചാരം ചെയ്ത ആൾക്ക് കല്ലേറാണ് ഉള്ളത്, അതല്ലാതെ വേറെ ഒന്നും ഇല്ല. അതായത് നാശവും കല്ലേറ് കൊണ്ടുള്ള മരണവും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദ് ബിൻ സമാഅ്, നീ ഇവനിൽ നിന്നും മറഞ്ഞ് നിൽക്കുക. ഈ അബ്ദ് ബിൻ സമാഅ് പറയുന്നത് ആളുടെ സ്വന്തം അനിയനാണെന്നാണ് പറയുന്നത്. അപ്പോൾ സൗദ ബിൻ സമാഅ് എന്ന് പറയുന്നത് അവരുടെ മകളായിരിക്കും എന്ന് ഊഹിക്കാം. അതുകൊണ്ടായിരിക്കും അവരിൽ നിന്ന് പർദ്ദ വേണം, മറഞ്ഞു നിൽക്കണം. അങ്ങനെ സൗദ അവരെ പിന്നെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. റസൂലിൻ്റെ ഉത്തരവൊക്കെ മാനിക്കുന്നതിൻ്റെ ഏറ്റവും മഹത്തമായ ഉദാഹരണമാണ് ഈ കാണുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഇന്നഹ ഖാലത്ത് ഇഖ്തസമ സഅദ് ബിൻ അബി വഖാസിൻ വഅബ്ദു ബിൻ സഅമത ഫീ ഗുലാമിൻ ഫഖാല സഅദുൻ ഹാദാ യാ റസൂലുള്ളാഹ് ഇബ്നു അഖി ഉത്ബ ഇബ്നു അബി വഖാസിൻ അഹിദ ഇലയ്യ അന്നഹു ഇബ്നുഹു ഉൻദുർ ഇലാ شبهه. وقال عبد بن زعمة هذا أخي يا رسول الله ولد على فراش أبي من وليدته فنظر رسول الله صلى الله عليه وسلم إلى شبهه فرأى شبها بينا بعتبة فقال هو لك يا عبد الولد للفراش وللآخر الحجر واحتجبي منه يا سودة بنت زعمة فلم تره سودة قط. സഅദ് വിശദീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഷുഐബിനോട് പറഞ്ഞതായിട്ട്, അള്ളാഹുവിനെ ഭയക്കുക, നീ ഒരാളോടും ബന്ധം സ്ഥാപിക്കരുത് നിൻ്റെ പിതാവ് ഒഴികെ. അപ്പോൾ ഞാൻ ഇന്നയാളുടെ മകനാണെന്ന് ചുമ്മാ പറഞ്ഞുണ്ടാക്കാനൊന്നും പാടില്ല, ശരിയായ രീതിയിലേ പറയാവുള്ളൂ. ഷുഐബ് മറുപടി പറഞ്ഞു, എനിക്ക് ഒരുപാട് സമ്പത്ത് പൈസ തന്നാൽ പോലും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, പിതൃത്വം ആയിട്ട് എന്തോ തർക്കം വന്നിട്ടുണ്ട്, അപ്പോഴാണിത് പറയുന്നത്. അപ്പോൾ ആൾ പറയുന്നത് എന്നെ ചെറുപ്പത്തിൽ തട്ടിക്കൊണ്ടുവന്നതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അയാൾ എൻ്റെ പിതാവല്ല, അപ്പോൾ കൊണ്ടൊന്നും മക്കളെ പോലെ വളർത്തിയിട്ടുണ്ടാവുമായിരിക്കും, അല്ലാഹു ആലം. മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം ആ അക്രമിയിൽ നിന്നുള്ള സമ്മാനം സ്വീകരിച്ചു. അപ്പോൾ മുസ്ലിം അല്ലാത്ത ആൾ വല്ല അക്രമിയാണെങ്കിലും സമ്മാനമൊക്കെ തന്നാൽ സ്വീകരിക്കാം. ഹാജറ അലൈഹിസ്സലാമിനാണ് ഉദ്ദേശിക്കുന്നത്. അൻ സഅദിൻ അൻ അബീഹി ഖാല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ലി സുഹൈബിൻ ഇത്തഖില്ലാ വലാ തദ്ഉ ഇലാ ഗൈരി അബീക ഫഖാല സുഹൈബുൻ മാ യസുറൂനി അല്ലി കദാ വകദാ വഅന്ന ഖുൽതു ദാലിക വലാകിന്നി സുരിഖത്തു വഅന സ്വബിയ്യൻ. ഉർവ ഇബ്നു സുബൈർ വിശദീകരിക്കുന്നു, ഹക്കീം ഇബ്നു ഹിസാം പറഞ്ഞതായിട്ട്. ഉർവ ഇബ്നു സുബൈർ വിശദീകരിക്കുന്നു, ഹക്കീം ഇബ്നു ഹിസാം ചോദിച്ചു, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ നന്മകൾ ചെയ്യാറുണ്ടായിരുന്നു ഇസ്ലാമിന് മുമ്പ്.
ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ബന്ധുമിത്രാദികളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക, അടിമകളെ മോചിപ്പിക്കുക, ദാനം കൊടുക്കുക, ഇതിനൊക്കെയുള്ള പ്രതിഫലം എനിക്ക് കിട്ടുമോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നീ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നിൻ്റെ എല്ലാ നന്മകളും ആയിട്ടാണ് വന്നത്. അപ്പോൾ മുൻകാല നന്മകളെല്ലാം ഉണ്ട്, തിന്മകൾ മാത്രമേ മാച്ച് കളയുള്ളൂ. നമ്മൾ പൊതുവെ എളുപ്പത്തിന് വേണ്ടി പറയും മുമ്പുള്ള എല്ലാം മാച്ച് കളയുമെന്ന്. അങ്ങനെയല്ല, മുമ്പുള്ള തിന്മകൾ മാത്രമേ മാച്ച് കളയുള്ളൂ, നന്മകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ പറയാറുണ്ട് ഒരാൾ മുസ്ലിം ആയാൽ കൊച്ചുകുട്ടിയെ പോലെയാണ്, അപ്പോൾ ഉണ്ടായ കുട്ടിയെ പോലെയാണെന്ന്. അപ്പോൾ അത് ശരിക്കും അതങ്ങനെയല്ല. ഉണ്ടായ കുട്ടികൾക്ക് നന്മയൊന്നും ഉണ്ടാവില്ല, പുണ്യമൊന്നും ചെയ്തിട്ടില്ല, ദാനവും സക്കാത്തൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആലങ്കാരികമായി പറയാന്നേ ഉള്ളൂ, അത് കൃത്യമല്ല. അപ്പോൾ നന്മകളല്ലാണ്ട് തിന്മകളില്ല, അങ്ങനെയുള്ളൊരവസ്ഥ. അഖ്ബർനി ഉർവത്തു ഇബ്നു സുബൈരി അന്ന ഹക്കീമ ഇബ്നു ഹിസാമി അഖ്ബറഹു അന്നഹു ഖാല യാ റസൂലുള്ളാഹ് അറഅയ്തു ഉമൂറൻ കുൻതു അതഹന്നസു ഔ അതഹന്നതു ബിഹാ ഫിൽ ജാഹിലിയ്യതി മിൻ സിലത്തിൻ വതാഖിൻ വസദഖത്തിൻ ഹല്ലി ഫിഹാ അജ്റുൻ ഖാല ഹക്കീമുൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലംത അലാ മാ സലഫ ലക മിൻ ഖൈർ. ചത്ത മൃഗങ്ങളുടെ തൊലി അത് ഊറക്കിടുന്നതിന് മുമ്പ് ശുദ്ധിയാക്കുന്ന ഒരു പരിപാടി, നമ്മൾ ഉപ്പ് അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട് ഫാക്ടറികളിലൊക്കെയാണ് ചെയ്യാറ്. എന്തൊക്കെയോ ചെയ്ത് അതിനെ ശുദ്ധിയാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് അശുദ്ധമല്ല. അപ്പോൾ നമുക്ക് ഷൂവോ ബെൽറ്റോ ചെരുപ്പ്, പിന്നെ ഹുഫ, തൊപ്പി, പേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ പേഴ്സും ബെൽറ്റുമാണ് നമുക്കുള്ളത്, പിന്നെ ചെരുപ്പും. അപ്പോൾ അതൊന്നും ഹറാമല്ല, അല്ലെങ്കിൽ നജസ്സല്ല. ചത്ത മൃഗത്തിൻ്റെ തൊലി സാധാരണ രീതിയിൽ നജസ്സാണ്. ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഊറക്കിടുക എന്നാണ് നമ്മൾ പറയുക, അത് ചെയ്തു കഴിഞ്ഞാൽ അത് അല്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ജുലൂദിൽ മൈത്തത്തി ഖബ്ല അൻ ഉദ്ബഅ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുന്നു, ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചത്ത ആടിൻ്റെ അടുത്ത് കൂടെ നടന്നു പോവുകയുണ്ടായി. അദ്ദേഹം ആളുകളോട് പറഞ്ഞു, ഇതിൻ്റെ തൊലിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുകയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആളുകൾ മറുപടി പറഞ്ഞു, അത് ചത്തതാണല്ലോ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിന്നുന്നതേ നിരോധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചത്ത ആട് അല്ലെങ്കിൽ ചത്ത എന്തെങ്കിലും മൃഗമാണെങ്കിൽ നമുക്ക് ഇറച്ചി തിന്നാൻ പാടില്ല, പക്ഷേ അതിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ ഉപയോഗയോഗ്യമാണെങ്കിൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ മൃഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തൊലി പൊളിച്ചെടുത്ത് വിൽക്കുകയോ അല്ലെങ്കിൽ നമുക്കത് ശുദ്ധീകരിക്കാൻ അറിയാമെങ്കിൽ അത് ചെയ്ത് ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. അന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ അഖ്ബറഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിശാത്തിൻ മയ്യിതത്തിൻ ഫഖാല ഹൽ അസ്തംതഅതും ബി ഇഹാബിഹാ ഖാലു ഇന്ന മയ്യിതത്തുൻ ഖാല ഇന്നമാ ഹറുമ ആകലുഹാ. പന്നികളെ കൊല്ലുന്നത് ഖത്ൽ ഖിൻസീരി. ജാബിർ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പന്നികളുടെ കച്ചവടം നിരോധിച്ചിരിക്കുന്നു. ഖാല ജാബിറുൻ ഹറമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅൽ ഖിൻസീരി. അപ്പോൾ പന്നിയെ വാങ്ങുക, വിൽക്കുക, വളർത്തി വിൽക്കുക, ഇതൊക്കെ ഹറാമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അവനാണ്, അതായത് അല്ലാഹു ആണ്, ആരുടെ കയ്യിലാണ് എൻ്റെ ആത്മാവിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്ന ഒരു രീതിയാണ്, റസൂലിൻ്റെ ഒരു സത്യം ചെയ്യുന്ന ഒരു രീതി. ആരുടെ കയ്യിലാണ് എൻ്റെ ആത്മാവ്, അതായത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് നമ്മുടെ ആത്മാവ്. അപ്പോൾ അള്ളാഹു ആണ്. മറിയമിൻ്റെ മകൻ ഈസ ഉടനെ തന്നെ, അതായത് കുറച്ചു കാലത്തിനുള്ളിൽ താഴോട്ടിറങ്ങി വരും, മുസ്ലിങ്ങളിലേക്കാണ് ഇറങ്ങി വരിക. മനുഷ്യത്വത്തിനിടയിൽ അല്ലെങ്കിൽ മനുഷ്യകുലത്തിനിടയിൽ അദ്ദേഹം വിധി പറയും, നീതി ന്യായപരമായിട്ട് ഖുർആൻ്റെ നിയമം അനുസരിച്ചിട്ടായിരിക്കും ചെയ്യുക. അദ്ദേഹം ഒരു നീതിമാനായ ഭരണാധികാരിയായിരിക്കും. അദ്ദേഹം കുരിശ് പൊട്ടിക്കും, പന്നികളെ കൊല്ലും, ജിസിയ ക്യാൻസലാക്കും. ജിസിയ എന്ന് പറയുന്നത് അമുസ്ലിങ്ങൾ കൊടുക്കുന്ന ഒരു കരം ആണ്. ഇമാമികൾ പറയുന്നു അത് ആലങ്കാരികമായിട്ട് എടുക്കാം, അതല്ലെങ്കിൽ ശരിയായ വാക്കിൻ്റെ അർത്ഥത്തിൽ എടുക്കാം. അപ്പോൾ കുരിശ് പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ ഈസ അലൈഹി സ്വലാം ലോകം മുഴുവൻ പോയി ഉള്ള കുരിശുകൾ മുഴുവൻ പൊട്ടിച്ചു കളയുക. അതല്ലെങ്കിൽ ക്രിസ്തു മതം ഇല്ലാതെയാവും. അതല്ലെങ്കിൽ ഒരു കുരിശ് ഈസ അലൈഹി സ്വലാം പൊട്ടിക്കുമ്പോൾ ബാക്കി കുരിശുകൾ ലോകത്തിലുള്ളത് തന്നെ പൊട്ടിപ്പോവോ എന്തെങ്കിലും ആയിരിക്കും, അല്ലാഹു ആലം. അപ്പോൾ അങ്ങനെ ഒരു മതം ഇല്ലാതെയാവും. അപ്പോൾ അതൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന മതം ഇല്ലാതെയാവും, എല്ലാവരും മുസ്ലിങ്ങളാവും. കാരണം ഈസ അലൈഹി സ്വലാം വന്നു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾ മാത്രമേ ലോകത്തിലുണ്ടാവുള്ളൂ, ആ മുസ്ലിം എന്ന് പറയുന്നത് ഇല്ല. പന്നികളെ കൊല്ലും, കാരണം പന്നികളെ ആഹാരം കഴിക്കാൻ പാടില്ല, വളർത്താൻ പാടില്ല, വിൽക്കാൻ പാടില്ല, വാങ്ങിക്കാൻ പാടില്ല. പിന്നെ പന്നികളെ വച്ചിട്ട് കാര്യമില്ല, അപ്പോൾ കൊന്നു കളയും എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇറങ്ങി നടന്ന് ലോകം മുഴുവൻ നടന്ന് പന്നികളെ കൊല്ലുവാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒന്നല്ലെങ്കിൽ ദുആ ചെയ്ത് എല്ലാത്തിനും ഒറ്റയടിക്ക് കൊന്നു കളയും. അതല്ലെങ്കിൽ ഒരു പന്നിയെ കൊല്ലുമ്പോൾ ബാക്കി പന്നികളൊക്കെ ഒരുമിച്ച് ചത്തുപോകുമായിരിക്കും. അതല്ലെങ്കിൽ അദ്ദേഹം ഒരു പന്നിയെ കൊല്ലുകയും ബാക്കി മുസ്ലിങ്ങളോട് ലോകത്തിലുള്ള മുഴുവൻ പന്നികളെയും കൊല്ലാൻ ഉത്തരവിടുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹം അത് കൊല്ലുന്നു എന്ന് വേണമെങ്കിൽ ഊഹിക്കാം. അപ്പോൾ ഏതായാലും പന്നികളെ അദ്ദേഹം കൊല്ലും, ലോകത്തിൽ പിന്നെ പന്നി ഉണ്ടാവില്ല.
എങ്ങനെ കൊല്ലും എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നേരിട്ട് കാണേണ്ടി വരും. കാരണം ഈ ലോകാവസാനത്തിൻ്റെ ഹദീസുകളിൽ പലതിലും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ ജിസിയ നിർത്തും. ജിസിയ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു തലക്കരം ആണ്. ഒരാൾ എണ്ണി തലയ്ക്ക് കരം കൊടുക്കുന്നത്. അത് അക്ബറിൻ്റെ കാലത്തുണ്ടായിരുന്നു. അന്ന് അതിനെയൊക്കെ പലരും ഓറിയൻ്റലിസ്റ്റുകളൊക്കെ അങ്ങ് വ്യാഖ്യാനിച്ച് മതസൗഹാർദ്ദം ഉണ്ടായിരുന്നില്ല എന്നും മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പാടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. നമ്മൾ മുസ്ലിങ്ങൾ 2.5% സക്കാത്ത് കൊടുക്കാറുണ്ട്. മൃഗങ്ങൾക്ക് വേറെ, പറമ്പിന് വേറെ, കൃഷിക്ക് വേറെ, കയ്യിലുള്ള പൈസയ്ക്ക് വേറെ, അങ്ങനെയൊക്കെ പറഞ്ഞ് സക്കാത്ത് കൊടുക്കാറുണ്ട്. ഇസ്ലാമിക ഭരണകൂടം ഉള്ള സമയത്ത്, ഇപ്പോൾ അക്ബറിൻ്റെ ഭരണം ഇസ്ലാമിക ഭരണം ആയിരുന്നില്ല എന്ന് നമുക്കെല്ലാം അറിയാം. പുസ്തകത്തിൽ കൊച്ചുനാളിലെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പുതിയൊരു മതം സ്ഥാപിച്ചു എന്നും ആ മതത്തിൻ്റെ പേര് ദിൻ ഇലാഹി എന്നായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാളപ്പം ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു നബിയായിട്ടാണ് നടക്കുന്നത്. സ്വന്തമായി മതം സ്ഥാപിക്കാൻ കഴിവുള്ള നബിയാണ്, അല്ലാതെ വേറെ ആരാണ്? അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയാളെ മുമ്പിൽ പോയി എല്ലാവരും തല കുനിക്കണമായിരുന്നു. നമ്മൾ ഹിന്ദി സിനിമയൊക്കെ കാണുവാണെങ്കിൽ കാണാൻ പഴയ കാലത്തെ മുസ്ലിങ്ങൾ തലക്കെട്ടൊക്കെയുള്ള വലിയ തലക്കെട്ട്, മൊയ്ലിയാക്കന്മാരെക്കാളും വലിയ തലക്കെട്ടുള്ളവരൊക്കെ അവിടെ നിന്ന് മന്ത്രിയും കിങ്കരന്മാരും ഒക്കെ റുക്കൂ ചെയ്യുന്ന പോലെ കുനിഞ്ഞിട്ട് കയ്യൊക്കെ ഒന്ന് ആട്ടി ഒരു പ്രത്യേക രീതിയിൽ കാണിക്കണമായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ അവരൊന്നും മുസ്ലിം ഭരണകൂടമൊന്നും ആയിരുന്നില്ല, വെറുതെ പേരിനൊരു മുസ്ലിം ഭരണകൂടം. പക്ഷേ എന്നാലും ആ നാളിൽ ഉണ്ടായിരുന്ന ജിസിയ എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ജിസിയ മുസ്ലിങ്ങൾക്ക് അവിടുത്തെ പൗരത്വം ഉണ്ട്. അവർക്ക് അവരുടെ പട്ടാളം, ഗവൺമെൻറ് സർവീസുകളിലൊക്കെ കയറാം. മുസ്ലിങ്ങൾക്ക് അതിന് പറ്റില്ല. അപ്പോൾ അവർക്ക് രാഷ്ട്ര സേവനം പറ്റില്ല. അവർക്ക് ഓഫീസ് ജോലികളിലൊക്കെ പറ്റും, ഗവൺമെൻറ് ജോലികളൊക്കെ പറ്റും. പക്ഷെ പട്ടാളത്തിൽ അവർക്ക് പോകാൻ പറ്റില്ല. അത് ഇസ്ലാമിക നിയമമാണത്. അപ്പോൾ വിശ്വാസ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പട്ടാളത്തിൽ അവർ കയറില്ല. പട്ടാളത്തിൽ കയറില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് രാജ്യസേവനം സാധ്യമല്ല. അപ്പോൾ അതിന് പകരമായിട്ട് അവരോടൊരു കരം മേടിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അവിടുത്തെ ആശുപത്രി, സ്കൂള്, കോളേജ്, അവിടുത്തെ സകലമാന അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ ആ നാട്ടിൽ നിലവിലുള്ള കാര്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. അതിന് പകരമായി കൊടുക്കുന്ന ഒരു പൈസയാണ് ഈ ടാക്സ്, ജിസിയ എന്ന് പറയുന്നത്. അല്ലാതെ പിടിച്ചു പറിയോ അല്ലെങ്കിൽ അവർക്ക് അടുത്ത് കൂടുതൽ പൈസ വാങ്ങിക്കുന്നതോ ഒന്നും അല്ല. ആ പൈസ നിർത്തലാക്കും. അപ്പോൾ അതുവരെ ലോകത്തിൽ ഇസ്ലാമിക രാഷ്ട്രമുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ജിസിയ വാങ്ങിക്കണം എന്നാണ് നിയമം. അത് അന്ന് നിർത്തലാക്കും. കാരണം ഇനി മുതൽ മുസ്ലിം എന്ന് പറയുന്ന പരിപാടി ഇല്ല. ഈസാ അലൈഹി സ്വലാം വന്നു കഴിഞ്ഞാൽ മുസ്ലിം മാത്രമേ ഉള്ളൂ. കേൾക്കുന്നവർക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും അന്ന് പിന്നെ മുസ്ലിമേ ഉള്ളൂ ലോകാവസാനത്തിന് മുമ്പ് വരെ. അതിന് കാരണമായിട്ട് പറയുന്നത് അവർ മുസ്ലിം ഭരണകൂടത്തിൻ്റെ കീഴിൽ സംരക്ഷിതർ ആയിരിക്കും. അപ്പോൾ അപ്പുറത്തെ രാജ്യത്തു നിന്നുള്ള ഉപദ്രവങ്ങളും പിടിച്ചുപറിയും കൊള്ളയും ഒക്കെ അവരെ സഹായിക്കും. നമ്മളിതിനൊക്കെ ഒരുപാട് 100 ഉദാഹരണങ്ങൾ റസൂലിൻ്റെ കാലത്തും അലി റളിയല്ലാഹുവിൻ്റെ കാലത്തും ഒക്കെ കണ്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തും. അലി റളിയല്ലാഹുവിൻ്റെ പരിചയം ഒരു യഹൂദി കട്ടുകൊണ്ട് പോകുന്നു, എന്നിട്ട് തിരിച്ച് കേസിന് വരുന്നു. സാക്ഷി പറയാൻ വേണ്ടി അലി റളിയല്ലാഹുവിന് മകനായിട്ട് വരുമ്പോൾ പറയും പറ്റില്ല, രക്തബന്ധത്തിലുള്ള ഒരാൾ സാക്ഷി പറഞ്ഞാൽ സ്വീകരിക്കൂല എന്ന് പറയുന്നു. അങ്ങനെ ആ പരിചയം അലി റളിയല്ലാഹുവിൻ്റെ ആണെന്ന് അലി റളിയല്ലാഹുവിന് സ്ഥാപിക്കാൻ പറ്റാതെ വരികയും അത് യഹൂദിക്ക് അനുകൂലമായി വിധിക്കുകയും എന്നിട്ട് യഹൂദിയോട് പറയുക നിൻ്റെയാണ്, നീ കൊണ്ടുപോക്കൂ എന്ന് പറയുന്നു. അപ്പോൾ അലി റളിയല്ലാഹുവിന് ചിലപ്പോൾ വാണിംഗ് വരെ കൊടുത്തിട്ടുണ്ടാവും തെളിവില്ലാതെ കേസ് കൊടുത്തതിന്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടന്നായി നമുക്കൊക്കെ അറിയാം. യഹൂദൻ ഞെട്ടിപ്പോയി എന്ന് പറയുന്നത് അത് കണ്ടിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരു മുസ്ലിമിന് അനുകൂലമായി വിധി. അപ്പോൾ അതായത് അത്രയധികം അവർക്ക് സംരക്ഷണമുണ്ട്. ജിസിയ എന്ന് പറയുന്ന കരം ഈസാ അലൈഹിസ്സലാം അല്ലെങ്കിൽ യേശു, ജീസസ് സ്വീകരിക്കുകയില്ല എന്നാണ് പറയുന്നത്. ആ കാലത്ത് കണക്കില്ലാത്ത സമ്പത്തുണ്ടാവും. ആരും ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ സക്കാത്ത് സ്വീകരിക്കുകയില്ല. ആരെങ്കിലും അങ്ങനെ കോടികൾ കൊണ്ടുപോയി കൊടുത്താൽ പോലും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അംബാനിക്ക് ഒരാൾ കൊണ്ടുപോയി 1000 10,000 കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ വാങ്ങിക്കും. അല്ലെങ്കിൽ 1,00,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മേടിക്കുമായിരിക്കും. കാരണം അത് സമ്മാനം പോലെ അല്ലെങ്കിൽ സന്തോഷം പോലെ കൊടുക്കുന്നതെങ്കിൽ വാങ്ങിക്കണമല്ലോ. പക്ഷേ അന്ന് കാലത്ത് എല്ലാവരും അംബാനിയേക്കാളും വലുതായിരിക്കണമെന്നാണ് നമുക്ക് ഊഹിക്കാൻ പറ്റുക. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർ അംബാനിയേക്കാളും വലുതായിരിക്കും. അപ്പോൾ അവർക്ക് എന്തോ ഒരു സ്വർണ്ണ നാണയം ചാക്ക് കണക്കിനുണ്ടെങ്കിൽ കൊടുത്താലും അയ്യേ ഒരു ചാക്ക് സ്വർണ്ണ നാണയമോ എനിക്ക് വേണ്ട. അത്രയധികം മാനസികമായി അവർ സമ്പന്നരായിരിക്കും. പിന്നെ പൈസ കൊണ്ടും സമ്പന്നരായിരിക്കും. ഫത്തുൽ ബാരിയിൽ കൂടുതൽ വിശദീകരണമുണ്ട് എന്ന് പറയുന്നു. അന്നഹു സമിഅ അബൂ ഹുറൈറത റളിയല്ലാഹു അൻഹു യഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദി നഫ്സി ബിയദി ലാ യൂഷികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയമ ഹകമൻ മുഖ്സിതൻ ഫയക്സിറ الصലീബ വയഖ്തുല الخنزير വയദഅ الജിസിയത വയഫീദ المال ഹത്താ ലാ യഖ്ബലഹു അഹദുൻ. ഇതൊക്കെ ലോക അവസാനത്തിൽപ്പെട്ട ഹദീസുകളാണ്. വീണ്ടും നമ്മളിത് ഇൻഷാ അല്ലാഹ് കാണും.
അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.